സ്വർണത്തിന് ഇപ്പോൾ 80,000 രൂപ കഴിഞ്ഞു. സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മായിയമ്മയുടെ ഒരു സംഭവം ഓർമ്മ വന്നത്. അവരുടെ ഭർത്താവ് ഹാർട്ട് അറ്റാക്ക് വന്ന് പാതിരാത്രി എടുത്തുകൊണ്ട് പോയി, ബോധമില്ലാതെ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. പാതിരാത്രി 2 മണിക്കും ആംബുലൻസ്, ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്, മറ്റേ ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പം നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് എല്ലാം തീർന്നു. ഇവരെ കഴുത്തിലും 2 കൈയിലും വിരലിലും കാതിലും ഒക്കെ സ്വർണ്ണമാണ്. കയ്യിൽ ക്യാഷൊക്കെ തീർന്നമ്മ എന്ന് പറഞ്ഞപ്പം ഇവർ അത് മാത്രം മൈൻഡ് ചെയ്യുന്നില്ല. അവർ ആ കയ്യിൽ കിടന്ന് ഒരു വളയെങ്കിലും ഊരി തന്നെങ്കിൽ അപ്പോൾ തന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ പണയം വെച്ച് ആ കാര്യങ്ങൾ അയാളെ ഹോസ്പിറ്റൽ ചിലവുകൾ നോക്കായിരുന്നു. പിന്നെ ഞാൻ സ്വർണ്ണമൊന്നും അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണ കൂട്ടത്തിലുള്ളതല്ല. ഒരു താലിമാല മാത്രമേ ഞാൻ ഇടുള്ളൂ. ബാക്കിയൊക്കെ ഈ ആക്രീസാണ് ഇടുന്നത്. അങ്ങനെ ഞാൻ 10-18 കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിൽ വന്ന് എൻ്റെ സ്വർണ്ണം എടുത്ത് പണയം വെച്ചാണ് അയാൾ ഹോസ്പിറ്റൽ ചിലവെല്ലാം നോക്കിയത്. സ്വർണം ആപത്ത് സമയത്ത് ഉപകാരപ്പെടുത്തൂല. പക്ഷേ എന്തെങ്കിലും ആഡംബരം കാണിക്കാനാണ് അയാൾ സ്വർണം ചോദിച്ചു കഴിഞ്ഞാൽ ഊരി കൊടുക്കും. സ്നേഹം വാക്കുകളിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും വേണം. അടുക്കളയിൽ കയറി കുറേ ആഹാരം ഉണ്ടാക്കി കൊടുത്ത് കൊളസ്ട്രോളും ഷുഗറും വരുത്തുന്നതാണ് സ്നേഹമെന്ന് തെറ്റിദ്ധാരണയാണ് ആ സ്ത്രീക്ക്. എന്ത് കഷ്ടമല്ലേ! ഇതാണ് ചില മനുഷ്യർ.